ഹോട്ടൽ സ്റ്റൈൽ ടേസ്റ്റിലുള്ള കൂൺ മസാല കറി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. ചപ്പാത്തി, പൊറോട്ട, നാൻ, അപ്പം, ദോശ, ചോറ് എന്നിവയുടെ കൂടെ എല്ലാം ഇത് സൂപ്പർ കോമ്പിനേഷനാണ്. അപ്പോൾ സമയം കളയാതെ നമുക്ക് തയ്യാറാക്കാം. ആദ്യം ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാക്കുക. എണ്ണ ചൂടായ ശേഷം അതിലേക്ക് ഒരു സവോള ചെറുതായി അരിഞ്ഞത്, ഒരു പച്ചമുളക് അരിഞ്ഞത്, 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് കറിവേപ്പില എന്നിവ ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം നന്നായി ഇളക്കി മീഡിയം തീയിൽ 3-4 മിനിറ്റ് നേരം വഴറ്റുക. സവോള ചെറുതായി ഗോൾഡൻ നിറമാകുന്നത് വരെ വഴറ്റിയാൽ മതി. ഒന്നാമത്തെ ടിപ്പ്, സവോള നന്നായി വഴറ്റിയാലാണ് കറിയുടെ മധുരവും സ്വാദും ശരിയായി ലഭിക്കുന്നത്. അതുകൊണ്ട് ഈ ഘട്ടം ഒരിക്കലും തിടുക്കത്തിൽ ചെയ്യരുത്. ഇനി തീ ലോ ഫ്ലെയിമിലേക്ക് കുറയ്ക്കുക. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ ചേർക്കുക. ഇനി നന്നായി ഇളക്കി 2 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ ചൂടാക്കുക. രണ്ടാമത്തെ ടിപ്പ്, മസാലപ്പൊടികൾ ചേർത്ത ശേഷം തീ എപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെ വേണം. അല്ലെങ്കിൽ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞ് കറിക്ക് കയ്പ് രുചി വരാം. ഇനി അതിലേക്ക് ഒരു തക്കാളി ചെറുതായി അരിഞ്ഞ് ചേർക്കുക. നന്നായി ഇളക്കി മീഡിയം തീയിൽ 3-4 മിനിറ്റ് നേരം വഴറ്റുക. തക്കാളി നന്നായി ഉടഞ്ഞ് മസാലയുമായി യോജിച്ചാൽ കറിയുടെ ഗ്രേവി കൂടുതൽ രുചികരമാകും. മൂന്നാമത്തെ ടിപ്പ്, തക്കാളി പൂർണ്ണമായി ഉടഞ്ഞ ശേഷം മാത്രമേ അടുത്ത ഘട്ടത്തിലേക്ക് പോകാവൂ. അപ്പോഴാണ് ഗ്രേവി നല്ല സ്മൂത്തിയായി കിട്ടുന്നത്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ചേർക്കുക. ശേഷം 200 ഗ്രാം കൂൺ കഴുകി വൃത്തിയാക്കി ചെറുതായി അരിഞ്ഞ് ചേർക്കുക. കൂടെ 1 ടീസ്പൂൺ ഉപ്പും ചേർത്ത് എല്ലാം കൂടി നന്നായി ഇളക്കി യോജിപ്പിക്കുക. നമ്മുടെ ഈ കൊച്ചു ചാനലിനെ വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാമോ? ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാനും ശ്രമിക്കണേ. ഇനി പാൻ മൂടി അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ 12 മുതൽ 15 മിനിറ്റ് നേരം വേവിക്കുക. ഓരോ 3 മിനിറ്റ് കൂടുമ്പോഴും മൂടി തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. നാലാമത്തെ ടിപ്പ്, കൂൺ വേവുമ്പോൾ സ്വാഭാവികമായി വെള്ളം വിടും. അതുകൊണ്ട് തുടക്കത്തിൽ കൂടുതൽ വെള്ളം ചേർക്കരുത്. ഇല്ലെങ്കിൽ കറി വളരെ വെള്ളമായി പോകും. 15 മിനിറ്റ് കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ നല്ല കട്ടിയുള്ള മസാല നന്നായി പിടിച്ച കൂൺ മസാലക്കറി റെഡിയാണ്. ഇനി സീക്രട്ട്, കറി തയ്യാറായ ഉടനെ വിളമ്പുന്നതിന് പകരം ഏകദേശം 30 മിനിറ്റ് നേരം അടച്ചു വെച്ചതിന് ശേഷം വിളമ്പിയാൽ മസാലയുടെ ഫ്ലേവർ കൂണിലേക്ക് കൂടുതൽ നന്നായി ഇറങ്ങി ടേസ്റ്റ് ഇരട്ടിയാകും. ഇതുപോലെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഈ കൂൺ മസാലക്കറി നിങ്ങൾ തീർച്ചയായും ഒന്ന് പരീക്ഷിച്ചു നോക്കൂ. പരീക്ഷിച്ചാൽ അഭിപ്രായം കമന്റിൽ അറിയിക്കാൻ മറക്കല്ലേ. ഇതുപോലുള്ള ടേസ്റ്റി റെസിപ്പികൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ.